തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി നടി ഗായത്രി വർഷ രംഗത്ത്. ഇടതുപക്ഷത്തെ പിന്തുണച്ചായിരുന്നു നടിയുടെ പ്രതികരണം. പി.ടി. തോമസിന്റെ ഇടപെടലുകൾ തിരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ പി.ടി. തോമസിന്റെ ഭാര്യയുടെ കണ്ണീരല്ല ഇപ്പോൾ കേരളത്തിന് ആവശ്യമെന്നും നടി വ്യക്തമാക്കി. സഹതാപ തരംഗത്തിൽ കണ്ണീരിനൊപ്പം കരയാൻ ഉള്ളതല്ല കേരളത്തിന്റെ പ്രബുദ്ധത എന്നും ഗായത്രി വർഷ വ്യക്തമാക്കി. സാങ്കേതിക ജ്ഞാനമുള്ള ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള സാക്ഷരത തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുന്നതായി നടി പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിലെ LDF തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു ഗായത്രി വർഷയുടെ പ്രതികരണം. ഗായത്രി വർഷയുടെ വാക്കുകൾ ഇങ്ങനെ: ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച സ്ത്രീപക്ഷ കേരളം എന്ന ആശയത്തോട് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമോ മറ്റ് പാർട്ടികളോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രതികരണവും കണ്ടിട്ടില്ല. പക്ഷേ ഇടതുപക്ഷവും പ്രവർത്തകരും നേതാക്കളും വീട് വീടാന്തരം കയറിയിറങ്ങി സ്ത്രീപക്ഷ കേരളം എന്ന ആശയത്തെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. ഏറെ ഇച്ഛാശക്തിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തൃക്കാക്കരയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 100% LDFന് പ്രതീക്ഷയാണ് കാണുന്നത്. 100% LDFന് ഉറപ്പാണ്. കേരളം പ്രബുദ്ധതയുള്ള വോട്ടർമാരുടെ സംസ്ഥാനമാണ്. ഇവിടെ പരമ്പരാഗതമായി വലതു മണ്ഡലവും ഇടതു മണ്ഡലവുമില്ല. സംസ്ഥാനത്തിന്റെ ഒരു മണ്ഡലവും ഇടതുപക്ഷത്തിനല്ല, വലതുപക്ഷത്തിനുമല്ല. തൃക്കാക്കരയിൽ ഇന്ന് കൂടുതൽ പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്. യുവാക്കളുടെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് ഇത്തവണ കിട്ടാൻ ഇടയുമുണ്ട്. തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ പി.ടി. തോമസിന്റെ ഇടപെടലുകൾ, പി.ടിയുടെ വ്യക്തിത്വം, കോൺഗ്രസ് നേതാവ്, ഈ കാരണങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ പി.ടി. തോമസിന്റെ ഭാര്യയുടെ കണ്ണീരല്ല കേരളത്തിന്റെ ആവശ്യം. സഹതാപ തരംഗത്തിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കരയാനുള്ളതല്ല കേരളത്തിന്റെ പ്രബുദ്ധത. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇനിയുള്ള ആർജവം കണ്ണീരിന്റെ കൂട്ടല്ല, നാളേക്കുള്ള ജീവിതത്തിന്റെ കൂട്ടാണ്. അതിനാൽ സാമാന്യ ജ്ഞാനം ഉള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള സാക്ഷരത ഈ തൃക്കാക്കരയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് പല പരാതികളും കേൾക്കാറുണ്ട്. സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ തകരാറുണ്ട്, അപകീർത്തികരമായ പരാമർശം നടത്തി, പണം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ. കോടതിയിലേക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും ഒക്കെ അതങ്ങെത്തും. തൃക്കാക്കര ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റല്ലേ, എതിർ പാർട്ടിക്ക് എന്താ ഇവിടെ കാര്യമെന്നാണ് ചോദ്യം. മന്ത്രിമാരും MLA-മാരും ഒക്കെ തൃക്കാക്കരയിൽ വന്ന് താമസിക്കുന്നു. മുഖ്യമന്ത്രി വന്ന് തമ്പടിച്ച് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നോക്കുന്നു. സത്യത്തിൽ വാശിയോടുള്ള പോരാട്ടമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആർക്കൊപ്പമാണ് വിജയമെന്ന്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.